എന്താ പേര്? കലാശ ബിജു അല്ല, കൈലാസ് ബിജുവാ. അച്ഛൻ്റെ പേരെന്താ? അമ്മയുടെ പേരോ? മീനയെന്നല്ല, ബീന എന്നാണ്. പക്ഷെ പുള്ളി പറഞ്ഞു വരുമ്പോൾ മീന ആയിപ്പോണേ. എവിടെയാ വീട്? ചൂട്ടുവേലി. അതെവിടെയാണ് ഈ സ്ഥലം? കോട്ടയം. കോട്ടയത്തു നിന്നാണ് ഈ കുട്ടപ്പൻ ആള് വന്നിരിക്കുന്നത്. ക്ലാസ്സിലൊക്കെ പോയി തുടങ്ങിയോ? ഏതാ ക്ലാസ്സിലാണ് പഠിക്കണേ? അണ്ണാവാടി അല്ല, അങ്കനവാടി. പുള്ളി പറഞ്ഞു വരുമ്പോൾ അണ്ണാവാടി എന്നായി പോകുന്നു. അണ്ണാമല യൂണിവേഴ്സിറ്റി എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, അണ്ണാവാടി എന്ന് ഞാൻ ആദ്യമായിട്ടാണ്. കൂട്ടുകാരെങ്കിലൊക്കെ ഉണ്ടോ? ആരാ കൂട്ടുകാരി? അവലും മലരുമാണ് കൂട്ടുകാരി. അഖിലാണ്, അത് അവിലായിട്ട് പോയതാണ്. സിനിമയൊക്കെ കാണാറുണ്ടോ? ആരെയാണ് കൂടുതൽ ഇഷ്ടം? അവര് സിനിമയിൽ അഭിനയിച്ചത് ഞാൻ അറിഞ്ഞിട്ടില്ല, പക്ഷേ പുള്ളിക്കാരൻ അവരെയാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. സിനിമയിൽ ആരെയാണ് ഇഷ്ടം? അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. പാട്ടൊക്കെ പാടാറുണ്ടോ? ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതാ? അമ്മ. അപ്പൊ ആ പാട്ടൊന്ന് പാടിക്കേ. അമ്മ നല്ല അമ്മ, ഉമ്മ തന്ന് അമ്മ, എന്റെ സ്വന്തം അമ്മ. ആദ്യം പുള്ളി പാടിയ പാട്ട് എഴുതി ഞാൻ തരുന്നുണ്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും? ചന്ദന പൊട്ടിന്റെ പെണ്ണെ വട്ടം കുറഞ്ഞാലും ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണെ. ചന്ദനപ്പൂട്ടല്ലേന്ന് ചെയ്യണം, മണിപ്പൂട്ടാണ്. പിന്നെ ഏത് പാട്ടാണ് അറിയാവുന്നത്? കൊലവറി. എന്തായാലും ഇങ്ങനെയുള്ള ടീമൊക്കെ പഠിക്കണം. പാട്ട് ഒന്നുകൂടി. വേറെ ഏത് പാട്ടാണ്? അമ്മ. ഓക്കെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അച്ഛനെയാണ് ഇഷ്ടം അമ്മനെയാണ് ഇഷ്ടം? അമ്മനെ ഇഷ്ടമല്ല. എന്താ കാര്യം? അമ്മ ഒരു സാധനം തരികയില്ല, പട്ടിണിക്കിട്ട് കൊല്ലുകയും ചെയ്യും. പിന്നെ ബാഗ് കൊണ്ട് മിക്കവാറും ഒന്നും കൊടുക്കാറുണ്ടെന്ന്. ബാഗ് കൊണ്ട് അടിക്കുവാ? തല്ലുവാ? ബാഗല്ല എടുത്തിട്ട് അടിക്കേണ്ടത്, കയ്യിലിരിപ്പ് അല്ലേ? അമ്മ തല്ലു ഇടക്കിടക്ക്? ചീത്ത പറയുവാ? എന്തെന്ന് പറയും? രാവിലെ കിടന്നുറങ്ങും, എന്നിട്ട് എങ്ങനെ ഉച്ചവരെ ഉറങ്ങും? എന്നിട്ട് പിന്നെ ഉച്ച കഴിഞ്ഞ് ഊണും കഴിച്ചിട്ട് പിന്നെയും കിടക്കും, പിന്നെ എണീക്കുവാ? എന്നിട്ട് അബിക്കുട്ടൻ വഴക്ക് പറയും, അമ്മ ഇങ്ങനെ കിടന്ന് ഉറങ്ങരുതെന്നും പറഞ്ഞു അല്ലേ? അച്ഛൻ എങ്ങനെ ഉറങ്ങുവാ? അച്ഛനും ഉറങ്ങുവാ? അപ്പൊ വീട്ടിലാരും പണിക്കൊന്നും പോകുന്നില്ല, ഈ ഉറക്കം മാത്രമേ ഉള്ളൂ. അപ്പൊ ഞമ്മയൊക്കെ എവിടെ നിന്ന് കിട്ടണതൊക്കെ അച്ഛൻ കൊണ്ടുവരും ആണാ? അച്ഛൻ അമ്മയും കൂടി വഴക്കിടുവോ? എപ്പോഴാണത്? മുട്ടായി മേടിച്ചു തരും. വഴക്കിടുന്ന എപ്പോഴാണ്? അമ്മക്കിട്ട് ഇടിക്കോ? കൊടുക്കുവാ? തല്ലുവോ? എങ്ങനെ ഇടിക്കും? കൈക്ക് പടി എടുത്ത് അടിക്കുവാ? എപ്പോ? അമ്മ അടിക്കും. എവിടെ ഇട്ടാണെന്ന് കേട്ടില്ലേ? കാലക്കീട മിടുക്കൻ. പേരെന്താന്ന് പറഞ്ഞത്? നീ കൈലാസ് ബിജു അല്ല, കലാശാല ബിജുവാൻ കേട്ടാ. അടുത്ത മോളുടെ പേരെന്താണ്? ഒലീവിയ. നല്ല പേരാ, ഞാൻ ഒരിക്കലും മറക്കില്ല. ഒലീവിയുടെ നാട് എവിടെയാണ്? എത്ര മാലയാണ് കഴുത്തി കിടക്കണം? മാല അണിയുന്നതൊക്കെ ഇഷ്ടമാണോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കല്യാണം കഴിക്കാൻ, ഡോക്ടർ ആവാൻ. ഡോക്ടർ ആവാൻ ഒക്കെ പുള്ളിക്കാരത്തേക്ക് ഭയങ്കര ഇഷ്ടമാണ്. പറയൂ. കല്യാണം കഴിക്കാൻ, ഡോക്ടർ ആവാൻ, പിന്നെ എനിക്ക് പഠിപ്പിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കല്യാണം കഴിക്കാൻ, ഡോക്ടർ ആവാൻ, പഠിപ്പിക്കാൻ. അതിന്റെ അർത്ഥം പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ടീച്ചർ ആവാൻ അല്ലേ? പിന്നെ ഡോക്ടർ ആവാൻ. ഇവരുടെ ആഗ്രഹങ്ങളാണ്. ഇനി എന്തൊക്കെ ആകണമെന്നാണ് ആഗ്രഹം? ഇത്ര മാത്രം മതി. ആദ്യം പഠിച്ച് എന്താകും? ഫസ്റ്റ് പഠിച്ച് എന്താകും? ഞാൻ ഫസ്റ്റ് പഠിച്ചിട്ട് ഡോക്ടർ ആയി കഴിഞ്ഞാൽ എങ്ങനെയുള്ള രോഗികളെ പരിശോധിക്കും?
ഈ GN-ഒക്കെ ഞാൻ ഇഞ്ചക്ഷൻ കൊടുത്തു. അമ്മയാണ് എന്നെ നല്ല വഴക്ക് പറയും. ദുബായിൽ നിന്ന് അപ്പൻ അതിൽ നിന്ന് കാണും. എന്നിട്ട് അപ്പൻ മൊബൈലിൽ വിളിക്കുമ്പോൾ നീ എന്തിനാണ് കൊച്ചിനെ പണിയെന്ന് അപ്പൻ ചോദിക്കും. നീ എന്തിനാണ് കൊച്ചിനെ പടങ്ങിയത്? കൊച്ചിനെ പടങ്ങാതെ കൊച്ചിനെ പടക്കം കിട്ടി ഇവിടെ എവിടെയും കഴിഞ്ഞൂടെ? സ്വാഭാവികം. അച്ഛൻ ചോദിക്കും. അപ്പൊ അമ്മ എന്ത് പറയും? വീട്ടിൽ ചെല്ലുമ്പോ അപ്പന് ദേഷ്യം കയറും ഞങ്ങളെ പിണങ്ങാൻ. അപ്പൊ അപ്പനൊന്ന് ദേഷ്യം കയറും. ദുബായിൽ ഇരിക്കുമ്പോ അപ്പന് ഞങ്ങളെ പിണങ്ങാൻ പാടില്ല. വീട്ടിൽ വരുമ്പോഴോ? വീട്ടിൽ വരുമ്പോ അപ്പന് പിണങ്ങാൻ പാടുണ്ട്. ഇനിയിപ്പോ പാടുള്ളതും പാടില്ലാത്തതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം. എപ്പോഴാണ്? ദുബായിൽ അപ്പൻ ഇരിക്കുമ്പോ ഇവിടെ പിണങ്ങാൻ പാടില്ല. അപ്പൻ ഇവിടെ വരുമ്പോ പാടുണ്ട്. പാടില്ലാത്തത് എപ്പോഴാണെന്നും കൂടി പറഞ്ഞു കൊടുക്കണം. ഇവിടെ വരുമ്പോ നിങ്ങളെ പിണങ്ങിയാൽ അപ്പൻ എന്ത് പറയും അമ്മയെ? അന്ന് എനിക്ക് മുടി കെട്ടിയില്ല. അപ്പം പ്ലേറ്റ് എടുത്ത് പൊട്ടിച്ച്. ആര് മുടി കെട്ടിയില്ല? അമ്മ മുടി കെട്ടാഞ്ഞപ്പോ അച്ഛൻ ആകെ കണ്ടത് ദേഷ്യം പ്ലേറ്റ് ആണ്. പ്ലേറ്റ് എടുത്ത് കമത്തി അടിച്ചെന്നാണ് പറയണത്. പോയത് ഒരു പ്ലേറ്റാ ദുബായിൽ നിന്ന് കൊണ്ടുവന്നത്. എന്നിട്ട് ഞങ്ങള് എൻ്റെ അമ്മയുടെ ബ്രദറിന്റെ ഡീക്കമ്പട്ടത്തിന്റെ പോയതാണ്. അപ്പൻ പ്ലേറ്റ് എടുത്ത് പൊട്ടിച്ചു. ഒറ്റടി. എവിടെയായിട്ട് അടിച്ച പ്ലേറ്റ്? പ്ലേറ്റ് കിച്ചണിൽ നിന്ന്. അപ്പൊ അമ്മയ്ക്ക് ദേഷ്യം കയറിയ? ഇല്ല. അമ്മ അപ്പൊ തിരിച്ച് ഒന്നും ചൂടായില്ല? അമ്മ എന്തെങ്കിലും പറയോ അപ്പന? അതൊന്നും അങ്ങനെയൊന്നും പറയില്ല അപ്പൻ. അപ്പൻ നല്ല വില്ലങ്കാളിയാ. അപ്പം നല്ല വില്ലങ്കാളി ആയതുകൊണ്ടാണ് അമ്മ അടുത്ത് പിടിച്ചിരിക്കണത്. അല്ലാതെ അപ്പനും അമ്മയും കൂടി വഴക്കിടാറുണ്ടോ? എങ്ങനെ വഴക്കിടും? തല്ലുകൂടുവോ? തല്ലൊക്കെ കൂടും. ആരാ തല്ലുന്നത്? അപ്പനും അമ്മയും ഒരു ദിവസം തല്ലുകൂടിയത്. ആരാ തല്ലിയത്? എന്നെ ഒരു ദിവസം ഇന്നലെ എന്നെ ചൂലെടുത്ത് അടിച്ച് പഠിക്കാണ്ട് 1 2 3 പഠിക്കാൻ. എന്നിട്ട് അപ്പനെ വിളിച്ച് കുറുമ്പത്തിനെ ഞാൻ ഇനി അടിച്ച്. അമ്മനെ? എങ്ങനെ? എന്തുകൊണ്ട്? കൈകൊണ്ട്, നല്ല ബലം കൈകൊണ്ട്. പിന്നെ കൊച്ചിനെ ചൂലിലടിച്ചു കഴിഞ്ഞാൽ അപ്പന്റെ ബലം കൈ കൊണ്ട് അടിക്കാതെ എങ്ങനെ ഇരിക്കും? കൊച്ചിന്റെ ചൂലൊന്നും അടിക്കരുത്. ചൂലടിക്കണത് കൊച്ചിനെ അല്ല, മുറ്റം അടിക്കേണ്ടത്. വെറുതെ മുറ്റം അടിക്കണ പുരം അടിക്കണ ചൂല് കൊണ്ട്. മുട്ടടിക്കുന്ന ചൂലല്ല, നമ്മൾ സാധാരണ അടിക്കില്ലേ. എന്താണെങ്കിലും കിട്ടിയില്ലേ? മേടിച്ചു കൂട്ടിയില്ലേ? പിന്നെ ഇനി പറഞ്ഞിട്ട് കാര്യം എന്താണ്? മുറ്റം അടിക്കണതായാലും മുറവടിക്കണതായാലും കിട്ടാനുള്ളത് കിട്ടിക്കഴിഞ്ഞു. അത് മേടിച്ച് കൂട്ടിയിട്ടാണ് ഈ കസരപ്പുറത്ത് വന്നിരിക്കുന്നത്. അത് മേടിച്ചില്ലായിരുന്നെങ്കിൽ പിന്നെ എനിക്ക് പോകുന്നുണ്ട് കുറച്ച് അഭിമാനത്തോടെ എനിക്ക് സംസാരിക്കാൻ. ഇത് മുറ്റടിക്കണതായാലും മുറവടിക്കണതായാലും ചൂലിനടി മേടിച്ച് കൂട്ടിയിട്ട് അപ്പൻ്റെ കയ്യിൽ നിന്ന് നല്ല എങ്ങനെയുള്ള കൈയാണ്? നല്ല ശക്തിയുള്ള കൈ കൊണ്ട് ഒരെണ്ണം അവിടെയും കിട്ടി. അതിന് തെളിവില്ല. ഇത് അമ്മ ഇവിടെ ഇരിക്കണു. എന്റെ അമ്മയുടെ പേര് എന്തിട്ടെന്നറിയോ? ഇല്ല. അമ്മയുടെ പേര് മമ്മ, ബാബയുടെ പേര് ബാബ. എന്റെ ബേബിയുടെ പേര് അനിയൻ, നീവിന്റെ പേര് ബ്രദർ. ഇത് ഞാൻ ആദ്യമായിട്ട് കേൾക്കണേട്ടോ. കാര്യം ഇത് ഞാൻ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സാധനം എന്നെ ഇപ്പൊ ഞാൻ കേട്ടത്. എനിക്ക് തലക്ക് സത്യത്തിൽ ഒരു തലകർക്കൊണ്ട്. ഇപ്പൊ അമ്മയുടെ പേര് അമ്മ, പപ്പയുടെ പേര് പപ്പ, അനിയന്റെ പേര് ബ്രദർ, അപ്പൂപ്പന്റെ പേര് കുഞ്ഞനിയനും ഉണ്ട് എനിക്ക്. ആണോ? നിങ്ങൾ 3 പേരാണോ? മറ്റേ അനിയൻ എങ്ങനെയുണ്ട്? അനിയൻ നല്ല സുഖം. എന്നോട് ഞാൻ കളിപ്പിക്കുമ്പോ ഇങ്ങനെ അവൻ അവിടെ ചിരിക്കും. നിങ്ങളുടെ വീട്ടിലേക്ക് ആരെങ്കിലും വരുമ്പോ അമ്മക്ക് ഇഷ്ടക്കേടുണ്ടോ? ഇഷ്ടക്കേടൊന്നും ഇല്ല. ആരെങ്കിലും വരുമ്പോ അമ്മക്ക് വന്നല്ല നല്ല ആൾക്കാരുണ്ടെങ്കിൽ അവരെ പരിചയപ്പെടുത്തുമ്പോ ഞങ്ങൾ വന്ന് എത്തിയില്ലോ എന്ന് പേടിപ്പിക്കും. അല്ലാത്തവര് വരുമ്പോ ഞങ്ങളെ വിളിച്ചില്ല, നിങ്ങളൊന്ന് ഇങ്ങോട്ട് തന്നെ. ഒരു മനുഷ്യനും ചോദിക്കൂല കേട്ടോ. ഒരു ഗസ്റ്റ് വീട്ടിലേക്ക് വരുമ്പോഴേ നിങ്ങൾ ഞങ്ങളെ വിളിച്ചില്ലല്ലോ, നിങ്ങളെന്തിനാ കിട്ടിയിട്ട് ഇങ്ങോട്ട് വന്നത് ചോദിക്കും. അപ്പൊ ഏതായാലും പപ്പ വരട്ടെ. പപ്പ വരുമ്പോ ബാക്കി കിട്ടും. ആര്യയുടെ വീട് എവിടെയാണ്? കഴക്കൂട്ടം. ആരാ കൂടെ വന്നിരിക്കുന്നത്? അച്ഛനും അമ്മയും. ആരുടെ കൂടുതൽ ഇഷ്ടം? അച്ഛൻ. അമ്മയോട് അല്ല, അത്രയില്ല, കുറച്ച് കൂടുതൽ അച്ഛനോട്. പെൺകുട്ടികൾക്ക് എപ്പോഴും അച്ഛനോടാണ് ഇഷ്ടം, ആൺകുട്ടികൾക്ക് എപ്പോഴും അമ്മയോട്. അത് ലോകത്തിലെ ഒരു പ്രധാന നടപ്പാണ്. പക്ഷേ ഇവിടെ ആരും അത് തുറന്ന് സമ്മതിക്കുന്നു, അച്ഛനോടാണ് കൂടുതൽ ഇഷ്ടം. കാര്യം അച്ഛൻ ഷോപ്പിങ്ങിന് കൊണ്ടുപോകും, സാധനങ്ങൾ വാങ്ങിത്തരും. അച്ഛൻ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ അച്ഛൻ വീടിൻ്റെ വാതിക്കലേക്ക് എത്തിച്ചു തരും. അച്ഛൻ സിനിമയ്ക്ക് കൊണ്ടുപോകും. സന്തോഷകരമായ എല്ലാ വേളകളിലും ഒഴിവ് സമയങ്ങളിലും ഒക്കെ അച്ഛൻ കൂടെ കൊണ്ട് നടന്ന് ആര്യയെ സന്തോഷിപ്പിക്കുകയാണ്. അമ്മ ഇടയ്ക്ക് TV കാണണ്ടെന്ന് പറയും, ചോറ് തിന്നാൻ പറയും, പഠിക്കാൻ പറയും. അതുകൊണ്ട് അമ്മയെ ചെറുതായിട്ട്
ചെറുതായിട്ട് കുറവുണ്ട്. ചെറുതായിട്ട് ഒരു ഇഷ്ടക്കുറവുണ്ട്. അച്ഛൻ്റെ അടുത്ത് ചെറുതായിട്ട് വലുതുണ്ട്. അച്ഛൻ്റെ അടുത്ത് ചെറുതായിട്ട് വലുത് ഒരു ഇഷ്ടമുണ്ട്, അമ്മയായിട്ട് വലുതായിട്ട് ചെറുത് ഇഷ്ടം കുറവുമുണ്ട്. നല്ല കാര്യം. ആര്യ പാട്ടുകാരിയാണോ? കഴക്കൂട്ടം നാട്ടുകാരിയാണ്, പാട്ടുകാരിയാണ്, ആരുടെ കൂട്ടുകാരിയാണ്? എൻ്റെ സ്കൂളിൽ എനിക്ക് ഒരു കുട്ടിയുണ്ട്, സോന എന്ന് പറഞ്ഞൊരു കുട്ടി. സോന നീ 1-ാം നമ്പർ. സോനയാണ് ആരുടെ കൂട്ടുകാരി? ആര്യയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരി. ആ കൂട്ടുകാരിയാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം? വെരി ഗുഡ്. അപ്പൊ സോനയ്ക്ക് ഒരു ഹായ് പറയണ്ടേ? സോന ഇതിപ്പോ ഇരുന്ന് കാണുന്നുണ്ടാവും. ആര്യ നന്നായിട്ട് പഠിക്കുവോ? അത് സോനയാണോ പഠിക്കണത്? മോനാ പഠിക്കണം. മോൻ പാട്ട് പാടുവോ? പഠിക്കുന്നുണ്ടോ? പാട്ട് പഠിക്കുന്നുണ്ടോ? എവിടെ പോയാണ് പഠിക്കുന്നത്? ഞാനാണെങ്കിൽ ഒരു പാട്ട് ക്ലാസിക്കൽ പാട്ട് പഠിക്കാൻ റിഗാറ്റയിൽ പോകുന്നുണ്ട്. പാട്ടും ഡാൻസും പഠിക്കാൻ വേണ്ടി എവിടെ പോകുന്നുണ്ട്? റിഗാറ്റ. അത് ഈ രാജ്യത്ത് തന്നെയാ? വഞ്ചൂര. ഇങ്ങോട്ട് ഇങ്ങനെ കുറെ ദൂരം പോകുമ്പോ. ഓക്കെ. അവിടെ ആര് കൊണ്ട് വിടും? എന്റെ അച്ഛൻ. ചിലപ്പോഴൊക്കെ അമ്മയും അച്ഛനും കൂടെ കൊണ്ടുവിടും. എങ്ങനെയാണ് കൊണ്ടുപോയി വിടുന്നത്? കാറിൽ. പാട്ട് പഠിക്കാൻ പോണേ ഞാൻ ഒന്നും പറയാറുണ്ട് അല്ലേ? അല്ലെങ്കിൽ വലുതാകുമ്പോ പറയും നീ നിന്റെ പാട്ടിന് പോ എന്ന് പറയാം. അപ്പൊ അതിനൊക്കെ നല്ലത് ഇപ്പോഴേ പാട്ടിന് പോണല്ലേ? അതാ നല്ലത്. കൊച്ചു നല്ല കുട്ടിയാ കേട്ടാ. ഇനി ഡാൻസ് പഠിക്കുന്നതൊക്കെ നല്ലതാ. എന്നാലേ എല്ലാവരുടെയും താളത്തിനൊത്ത് തുള്ളാൻ പറ്റൂ അല്ലേ? അപ്പൊ ഒരു ക്ലാസിക്കൽ പാട്ട് നമുക്ക് പാടാം. കരുണ സാഗര കരിവാദനം ഓദരാരകു നിഗര അംബാസുദ അമര വിനോദ ലംബോദര രഘുമിഗര സിദ്ധജാലന കേ സേവിത സിദ്ധിവിനായമ തേ നമോ നമോ ജംബോദര രഘുമിഗര. കഴിഞ്ഞ ഞാൻ വിചാരിച്ചു കച്ചേരി ഇങ്ങനെ പോവാന്നാണ് കേട്ടത്. കച്ചേരി നിർത്താൻ ആരെങ്കിലും പറയണമെന്ന് എനിക്ക് തോന്നിപ്പോയി. ഈ സാധാരണ പാട്ട്, സിനിമാ പാട്ട് അങ്ങനെയൊന്നും അമ്മയും അച്ഛനൊന്നും പഠിപ്പിക്കാനുള്ള സൗകര്യം തന്നിട്ടില്ലേ? ആദ്യം പഠിപ്പിച്ചു. പിന്നെ അച്ഛൻ പറഞ്ഞു അത് ഈ പാട്ട് തന്നെ 2 പ്രാവശ്യം മാമൻ ചോദിക്കണമെങ്കിൽ 2 പ്രാവശ്യം പാടും, അല്ലെങ്കിൽ 1 പ്രാവശ്യം പാടും. അപ്പൊ അച്ഛനും അമ്മയും പറഞ്ഞു മറ്റേ പാട്ടൊന്നും പാടണ്ട, ഈ പാട്ട് എന്റെ നല്ല പാട്ട്, ഈ പാട്ട് മാത്രം പാടിയാൽ മതി. ഇവര് വരുന്ന വഴിക്ക് ക്ലാസ് ഒക്കെ എടുത്തു. ഈ അമ്മയും അച്ഛനും ഒക്കെ വഴക്കിടാറുണ്ടോ? ആരാണ് അതിനകത്ത് കൂടുതൽ വഴക്കിട്ട് മുൻപിൽ വരുന്നത്? അങ്ങനെയൊന്നും ഇല്ല. ഫസ്റ്റ് അച്ഛൻ ഒരു കാര്യം അമ്മയുടെ ചോദിക്കുമ്പോ അമ്മ വഴക്കുണ്ടാക്കും. അതിനു വേണ്ടി അച്ഛൻ അമ്മയായിട്ട് വഴക്കുണ്ടാക്കും. അപ്പൊ അമ്മ ഒരു കാര്യം പറയുമ്പോ അമ്മ വഴക്കുണ്ടാക്കും. അപ്പൊ അതിന്റെ അകത്ത് അച്ഛൻ വഴക്കുണ്ടാക്കും. ഇവർക്ക് വഴക്ക് എപ്പോഴാ തീരണത്? കുറെ നേരം ആവുമ്പോ അച്ഛനൊരു റൂമുണ്ട് മുകളില്, അവിടെ അച്ഛൻ പോയി ഇരിക്കും. അമ്മ ഒരു റൂമിന്റെ അത് വാതയും കൊണ്ടിരിക്കും. അപ്പൊ ഞാൻ ഇടയ്ക്ക് TV കണ്ടിരിക്കും. അപ്പൊ പിന്നെ അച്ഛന് അമ്മ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോ അടുത്തൊക്കെ കടയിൽ പോണേ എന്നൊക്കെ പറയാൻ വരുമ്പോ സ്നേഹം. ഇത്രയൊക്കെ ആര്യക്ക് സാധിക്കും. ഇതിൽ കൂടുതലൊന്നും ഇനി തരാൻ ഇല്ല. നല്ല കുട്ടിയാണ് കേട്ടോ. ഉള്ളത് തുറന്നു പറഞ്ഞതിൽ ഉള്ളത് പറഞ്ഞാൽ ഉറിയും ചിരിക്കും എന്നാണ് പറയണത്. ഉറി മാത്രമല്ല, ഇവിടെ പലതും നമ്മൾ ചിരിച്ചു കഴിഞ്ഞു അല്ലേ? ആര്യക്ക് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട്, അച്ഛനോട് കൂടുതൽ താല്പര്യമുണ്ട്, അമ്മ ഇടയ്ക്ക് അച്ഛനുമായിട്ട് വഴക്കടിക്കാറുണ്ട്. 2 മുറിയുള്ളത് ഭാഗ്യം, 3ാമതൊരു മുറിയുള്ളത് അതിലും ഭാഗ്യം. ഇവർ വഴക്കിടുന്നതാണ് നല്ലത്. ആര്യക്ക് ഇരുന്ന് TV കാണാൻ പറ്റും. ഗുഡ്. അപ്പോൾ ഇവരുടെ വഴക്കിലൊന്നും പോയി ഇടപെടരുതട്ടാ. നല്ല കുട്ടി. അച്ഛനും അമ്മയും വഴക്കുണ്ടാക്കുമ്പോ അമ്മ വാവയെ എടുത്തോടിക്കും. അപ്പം അങ്ങനെ അച്ഛനും അമ്മയും വഴക്കുണ്ടാക്കുമ്പോ വാവയെ ആരും തള്ളിയിടാതിരിക്കാൻ ഞാൻ പതുക്കെ വാവയും കൂടി കൊണ്ടുപോയി ഒരു TV
വാവ ഒരു കസേര സെറ്റ് ഇരുത്തിയിട്ട് ഞാൻ ഒരു സെറ്റ് ഇരുത്തിട്ട് TV കാണും. അതായത് ഇവര് തമ്മിൽ വഴക്കിടുമ്പോൾ കൊച്ചിന് പരിക്ക് പറ്റാതിരിക്കാൻ ആ കുഞ്ഞിനെയും കൂടി എടുത്തുകൊണ്ട് പോയിട്ട് മാറിയിരുന്ന് ഇവരിരുന്ന് TV കാണും. അപ്പോഴും ഇവിടെ എന്ത് സംഭവിക്കണം എന്നുള്ള അറിയേണ്ട താല്പര്യം ഇവർക്ക് രണ്ടുപേർക്കും ഇല്ല. അത്രയല്ലേ ഉണ്ടാകാറുള്ളൂ, അതിൽ കൂടുതലൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. സൽമാൻ ഖാനാണോ ഹൃദയ്? ഞാൻ സൽമാൻ ഖാനാണോ ഷാരൂഖ് ഖാനാണോ അമീർ ഖാനാണോ ആരാണ് ഇരിക്കണെന്ന് വെച്ച് ഹൃദയം ഇരിക്കണത് ഈ ഭാഗത്താണ്, ഈ ഹൃദയം ഇരിക്കണത് ഈ ഭാഗത്താണ് അല്ലേ? അല്ല, സിനിമയിൽ ആരോടാ കൂടുതൽ ഇഷ്ടം? മമ്മൂട്ടി ഇഷ്ടപ്പെടാൻ കാര്യം എന്താ? പോക്കറ്റിൽ ഇങ്ങനെ കൈവെക്കണോണ്ട് മമ്മൂട്ടിനെ ഇഷ്ടമാണ്. അപ്പൊ വേറെ ആരും പോക്കറ്റിൽ ഇതുവരെ കൈവച്ച് കണ്ടിട്ടില്ല? ഇതുവരെ ആരും പോക്കറ്റിൽ കൈവച്ച് കണ്ടിട്ടില്ല? കുറെ പേര് വെക്കൂല്ലേ കയ്യിൽ? ഇങ്ങനെയൊക്കെ എടുത്ത് മോഹൻലാൽ വെക്കും. രണ്ട് കൈയും കൂടി വെക്കണം. ഓക്കെ, രണ്ട് കൈയും കൂടി പോക്കറ്റിൽ വെച്ചുകൊണ്ട് മമ്മൂട്ടിനെ ഇഷ്ടമാണ്. നേരിട്ട് കണ്ടിട്ടുണ്ടാ? എപ്പോഴെങ്കിലും നേരിട്ട് കണ്ടാൽ എന്ത് പറയും? നേരിട്ട് കണ്ടാൽ എന്ത് ചോദിക്കും? മമ്മൂട്ടി വന്ന് നിൽക്കുന്നു, എന്ത് ചോദിക്കും? മമ്മൂട്ടി അടുത്ത് ചോദിക്കും നല്ല കരോട്ടയല്ലേ എന്ന്. നല്ല കരോട്ടയല്ലേ എന്നാ മമ്മൂട്ടിനെ കണ്ടാൽ ചോദിക്കണത് നല്ല കരോട്ടയല്ലേ എന്ന്. സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? ആരുടെ കൂടെ നായികയായിട്ട് ആര് വേണം? മമ്മൂട്ടിയും പിന്നെ ഡാഡി കുളുടെ ചെറുക്കനും. അതൊക്കെ അത് അവർ അഭിനയിച്ചോളും. ഞാൻ ചോദിക്കണത് മോന്റെ നായികയായിട്ട് ആര് വേണം? അമ്മേ. സിനിമയിൽ ആര് വേണം നായികയായിട്ട്? അമ്മ മതി. ഭക്ഷണം എന്താണ് ഇഷ്ടം? ചോറും പ്രോൺസും. ചോറും പ്രോൺസ്. പ്രോൺസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ റൗണ്ട് ആയിട്ടിരിക്കുന്ന പാമ്പിനെ പോലെ ഇരിക്കുന്ന പ്രോൺസ്. ചുരുണ്ടിരിക്കുന്നത് ജിലേബി. ഇങ്ങനെ ചുരുണ്ടിരിക്കുന്നത് അതാണ് പ്രോൺസ്. ഇങ്ങനെ ചുരുണ്ടിരിക്കുന്നതാണ് പ്രോൺസ്. ഫ്രാൻസ്. പ്രോൺസ്. പ്രോൺസ്. ആ, ചെമ്മീൻ. പിന്നെന്താണ്? ചെമ്മീനാ? പ്രോൺസ് എന്ന് പറയുന്നത് ചെമ്മീനാണല്ലേ പ്രോൺസ് എന്ന് പറഞ്ഞ? പ്രോൺസ് എന്ന് പറഞ്ഞ ചെമ്മീനാ? അതെ. പിന്നെ മലയാളത്തിൽ എന്നോട് പറഞ്ഞു വിടാതെ ഞാൻ എന്തോരം വിഷമിച്ച് ഇവിടെ ഇരുന്നു. അത് എന്തോരം വെച്ചു കൊടുക്കണത് ഇഷ്ടമാണ്. അതിഷ്ടമാണ്, അത് കിട്ടിയാൽ കഴിക്കും. ചോറ് എപ്പോഴും പ്രോൺസ് വേണം? എപ്പോഴും അങ്ങനെയല്ല. ചെമ്മീൻ സിനിമ വെച്ചു കൊടുത്ത ഭക്ഷണം കഴിക്കുക. ഇപ്പൊ നമുക്ക് പ്രോൺസ് കിട്ടിയില്ല, പകരം നമുക്ക് കിട്ടിയിരിക്കണത് അപ്പവും ഒരു ചെമ്മീൻ എന്നുള്ള സിനിമയും. അല്ല, അപ്പോൾ ഞാൻ പ്രോൺസ് എവിടെങ്കിലും ഏതെങ്കിലും ഷോപ്പിൽ പോയി മേടിക്കും. ആരെ വിട്ട് മേടിപ്പിക്കും? അച്ഛൻ വീട്ടിലില്ല. അച്ഛൻ കൂടെ കൂട്ടിക്കൊണ്ട് പോകും. എന്നാലും പ്രോൺസ് വേണം. ചെമ്മീൻ തിന്നാലേ നമ്മൾ അടങ്ങും. ഈശ്വര, കടലിലിപ്പോ ചെമ്മീൻ വേണം അല്ലേ? അപ്പൂപ്പനുണ്ട് എൻ്റെ വീട്ടില്. അപ്പൂപ്പനുണ്ടാ? അപ്പൂപ്പന്റെ പേരെന്താ? ഡോക്ടർ ഗോപകുമാർ. ഡോക്ടർ ഗോപകുമാർ. അപ്പൂപ്പൻ അപ്പൂപ്പനെ പോലെ ഡോക്ടർ ആവും. ഇഞ്ചക്ഷൻ കുത്താണ് എല്ലാവരും. ഏതെങ്കിലും പേഷ്യൻ്റ് വരികയാണെങ്കിൽ ഇഞ്ചക്ഷൻ കുത്തണം എനിക്ക്. അതുകൊണ്ട് അപ്പൂപ്പനെ പോലെ ഞാൻ ഡോക്ടർ ആവും. വെറുതെ കാണാൻ വരുമ്പോൾ വല്ല കല്യാണം വിളിക്കാനോ വന്നെന്നും പറഞ്ഞ് ഇഞ്ചക്ഷൻ കുത്തി വിട്ടിട്ട് കാര്യമില്ല. അപ്പൂപ്പൻ ഡോക്ടറാണ്, പക്ഷെ എന്നും പറഞ്ഞ് അപ്പൂപ്പനെ കാണാൻ വരുന്നവർക്കൊക്കെ ഓരോ ഇഞ്ചക്ഷൻ കൊടുത്ത് വിട്ടാൽ പണി പാടും. അതിങ്ങനെ നോക്കണ എന്തിനാണെന്ന് അറിയാമോ? വരുമ്പോ തന്നെ ഇവിടെ നോക്കും, പോക്കറ്റിൽ വല്ലതും ഉണ്ടോ എന്നിട്ട് ചോദിക്കും എന്താണ് ജോലി, എന്താ ജോലി. അപ്പൊ ചോദിക്കും ശ്വാസം മേളിലേക്ക് പിടിച്ചേ. അപ്പൊ ഇത് തെളിഞ്ഞു കാണും ഇവിടെ കിടക്കണ നോട്ട്. അപ്പൊ ഇതില്ലെങ്കിൽ പോയിട്ട് പിന്നെ വരാൻ അടിയിലാണ് ഹാർട്ട്, ഇവിടെ ഒന്നും ഇല്ല. അങ്ങനെ നോക്കൂല ഡോക്ടർമാര്. പിന്നെ ഹാർട്ടിന്റെ ശബ്ദം എന്തോ നോക്കുന്നത്, പനല്ല പനി വല്ലതും ഉണ്ടോ ഇങ്ങനെ നോക്കും. ഹാർട്ട് എവിടെ ഇരിക്കണ? ഇവിടെ ഇവിടെ അകത്തിരിക്കും, എല്ലിന്റെ അകത്ത്. അത് അവിടെ ഇരിക്കണോണ്ടാണ്, അതല്ലെങ്കിൽ അമ്മ എടുത്ത് കളഞ്ഞേനെ. അല്ല, ഞാനിങ്ങനെ അത് എടുത്തിങ്ങനെ നോക്കാം. ഇവിടെ സാധനം ഉണ്ടേ, അത് വെച്ച് ഞാൻ ഇവിടെ നോക്കാം. അപ്പൊ ഇങ്ങനെ ടിക് ടിക് സൗണ്ട് കേൾക്കാം. ടിക് ടിക് ശബ്ദം കേട്ടുകൊണ്ടിരിക്കണതാണ് നല്ലത്. അതാ സ്പീഡ് കേൾക്കാം. ഞാൻ സ്പീഡ് വെച്ച് നോക്കുമ്പോ സ്പീഡ് കേൾക്കാം, ബൈക്കിന്റെ ശബ്ദം പോലെ. മോട്ടോർ ബൈക്ക് അല്ലേ ഇല്ല അതേപോലെ അല്ലേ? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിന്ന് ഇങ്ങനെ ടിക് 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 ഇങ്ങനെ നിൽക്കും. ഇടയ്ക്കിടയ്ക്ക് നിന്നിട്ട് പിന്നെ നിന്നിട്ട് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്ന പോലെ നിന്നിട്ട് പിന്നെ വരും അങ്ങനെ. ഈ ടിക് ടിക്ക് ഉള്ളതാണ് നല്ലത്. ടിക് ടിക്ക് വേണം, എന്നാലേ നമുക്ക് നടക്കാനെല്ലാം പറ്റുള്ളൂ. അല്ലാണ്ട് ടിക് ടിക്ക് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ടക്ക് ടക്ക് നമ്മൾ താഴോട്ട് വീഴും. ഇച്ചിരി കാര്യങ്ങളൊക്കെ അറിയാം. അല്ല, നമുക്ക് പിന്നെ എണ്ണാക്കാൻ പറ്റൂല. പിന്നെ ആരെങ്കിലും പിടിക്കണം നമ്മൾ.
കേട്ടാ. ടിക് ടിക് ഇട്ടില്ലെങ്കിൽ നന്നായിട്ട് വ്യായാമമൊക്കെ ചെയ്യണം. കരാട്ട അത് കളിക്കാൻ പോകണം. പൊറോട്ട അടിക്കരുത്, കരാട്ട അടിക്കണം. പിന്നെ നമ്മൾ മോർണിംഗ് വാക്ക് കേട്ടാ. എന്താ മോൻ്റെ പേര്? തനിമക്കുട്ടി. തനിമക്കുട്ടിയാണ് ഈ വന്നിരിക്കുന്നത്. സുന്ദരിയായ തനിമക്കുട്ടി. തനിമക്കുട്ടിയുടെ കൂടെ ആരൊക്കെ വന്നിരിക്കുന്നത്? അമ്മയും അച്ഛനും. അമ്മയുടെ പേരെന്താണ്? അനിത. അച്ഛൻ്റെ പേരാ? മധുവും അനിതയും. ഇവര് സിനിമയിലോ സീരിയലൊക്കെ അഭിനയിച്ചിട്ടുണ്ടോ അച്ഛനും അമ്മയും? അച്ഛൻ പണ്ട് അഭിനയിക്കാറുണ്ട്, അമ്മ ഇപ്പോഴാണ് അഭിനയിക്കുന്നത്. അച്ഛൻ പണ്ട് അഭിനയിക്കുമായിരുന്നു, അമ്മ ഇപ്പോഴാണ് അഭിനയിക്കുന്നത്. ഇപ്പൊ അച്ഛൻ അഭിനയിക്കുന്നില്ല, അമ്മ അഭിനയിക്കുന്നുണ്ടാ? നമ്മുടെ സീരിയലും സിനിമയൊക്കെ കാണാറുണ്ടോ? എന്തു തോന്നും സിനിമയും സീരിയലൊക്കെ കാണുമ്പോ? ഏതാണ് ഇഷ്ടമുള്ള വേഷം അമ്മ അഭിനയിച്ച സീരിയലിൽ? സീരിയൽ അഭിനയിച്ചിട്ടുണ്ടോ? ഏത് സീരിയലാണ് മോക്ക് ഇഷ്ടം? നന്ദനം. എന്ത് വേഷമാണ്? ആരായിട്ട്? പോലീസാണോ? അമ്മ പോലീസായിട്ട് വരുവാ? ഇടിയൊക്കെ കൊടുക്കുക? പോലീസായിട്ട് വരുന്നതാണ് ഇഷ്ടം. മോള് എവിടെയാ പഠിക്കുന്നത്? എത്രാം ക്ലാസ്സിൽ? അപ്പൊ അച്ഛനോടാണോ ഇഷ്ടം അമ്മയോടാണോ ഇഷ്ടം എന്ന് ചോദിച്ചാൽ അച്ഛനോടാ. എവിടെയെങ്കിലൊക്കെ കൊണ്ടുപോകും അച്ഛനും അമ്മയും? വല്ലപ്പോഴും അച്ഛനും അമ്മയും കൊണ്ടുപോകാറുണ്ട്. എവിടെ കൊണ്ടുപോകും? എപ്പോഴും അമ്മയും കൊണ്ടുപോകും, വല്ലപ്പോഴും അച്ഛനും കൊണ്ടുപോകും. എപ്പോഴും അമ്മ കൊണ്ടുപോകും, വല്ലപ്പോഴും അച്ഛനും കൊണ്ടുപോകും. എന്നിട്ട് വല്ലപ്പോഴും കൊണ്ടുപോകുന്ന അച്ഛനെയാണ് പിന്നെയും അല്ല കൂടുതലും അമ്മയാണ് വാങ്ങിച്ചു കൊടുക്കാറില്ല സാധനങ്ങളൊക്കെ. ഇഷ്ടം ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ മാറി മാറി പറയോ? അല്ലല്ല ഇവരുടെ പെണ്ണുങ്ങൾക്ക് പൊതുവെ അച്ഛനായിരിക്കും ഇഷ്ടം, ആൺകുട്ടികൾക്ക് അമ്മയായിരിക്കും ഇഷ്ടം. അതെ അതെ, ആ ഒരു രീതിയിൽ അമ്മയാണ് പലതും വാങ്ങിച്ചു കൊടുക്കുക. ലോകത്തിന്റെ ഒരു പോക്കാണ്. പാട്ട് പാടുവോ? അച്ഛൻ ഡാൻസറാണ്, അമ്മ ഡാൻസ് കളിക്കും, അഭിനയിക്കും. മോൾക്ക് അങ്ങനെ വാസനകളൊക്കെ ഉണ്ടോ? ഡാൻസ് പഠിക്കാൻ വിട്ടിട്ടില്ല ഇതുവരെ? ഡാൻസ് അറിഞ്ഞൂടെ? ക്ലാസ്സിൽ ഒന്നും വിട്ടിട്ടില്ലേ? എവരിടത്തും കളിച്ചിട്ടില്ല. പക്ഷേ അവിടെ ഡാൻസ് അല്ല പഠിപ്പിക്കണ, പിന്നെ ഡിഗാറ്റയിലാണ്. അവിടെ ഡാൻസ് പഠിപ്പിക്കുന്നില്ല, കരാട്ടെ മാത്രം. കരാട്ടയാണ് പഠിക്കണേന്ന് ഡാൻസ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഇരിക്കുക. അയ്യോ, ഡാൻസ് പഠിപ്പിക്കാൻ വിട്ടിട്ട് അവിടെ കരാട്ടയാണ് ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊന്നും ശ്രദ്ധിക്കണം കേട്ടോ, അവിടെ പോയി നോക്കണം. കാര്യം അമ്മയെ കൊണ്ടുപോകാറില്ല, അമ്മ തന്നെ. മറ്റു കുട്ടികൾ ഇനി ഇതുവരെ ഡാൻസ് പോയിട്ടില്ല. പോയപ്പോഴേക്കും അവിടെ എല്ലാവരും ഡാൻസ് പഠിപ്പിച്ചു കഴിഞ്ഞ്, അതുകൊണ്ട് നമ്മളെ ഡാൻസ് പഠിപ്പിക്കുന്നില്ല എന്നെ. ശരിക്കും പറഞ്ഞാൽ ഒരു 2.5 years ആയിരുന്നപ്പോൾ ഡാഡി മമ്മി എന്ന് പറഞ്ഞൊരു പാട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. യാദൃശ്യമായിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ അവിടെ പോയിരുന്ന, ആരും പഠിപ്പിച്ചിരുന്നില്ല, റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോഴും സംഭവം ഉണ്ട്. ഞാൻ യൂട്യൂബിലൊക്കെ ഇട്ടിട്ടുണ്ട് സംഭവം. 2.5 വയസ്സിൽ തന്നെ ഫുൾ പാട്ട് ഡാൻസ് ചെയ്തിരുന്നു. ഡാൻസ് ഒക്കെ കളിച്ചു കഴിഞ്ഞു. ഇവരെ പോലെ നന്നായി ചെയ്തിരുന്നു. ആ ദിവസം ഞാൻ പൊതുവെ ഡാൻസ് ചെയ്യാറുണ്ട്. അനന്തി നല്ല ക്ലാസിക്കൽ ഡാൻസറാണ്. ഞാൻ ആ ദിവസം പറയുന്ന സംഭവമായിരുന്നു, എൻ്റെ മോളിൽ നല്ല ഡാൻസർ ആക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. അത് കണ്ടപ്പോൾ അപ്പൊ അമ്മയുടെ ഇഷ്ടവും സാധിച്ചു കൊടുക്കണം, അച്ഛൻ്റെ ഇഷ്ടവും സാധിച്ചു കൊടുക്കണം.